അവസാനമായി ഈ വീട്ടിൽ കാലുകുത്തുന്നത് 11 വർഷത്തിന് ശേഷമാണ്. വീടിന് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. ആകെ മാറിയത് ഞങ്ങളാണ്. പപ്പയും മമ്മയും വിട്ടുപോയിട്ട് ഇന്നേക്ക് 2 കൊല്ലമായി. പക്ഷേ അവരുടെ ആത്മാവ് ഇവിടെയുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. സാറ US-ലാണ്. ഇന്ന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവളെയും ഈ വീടിനെയും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. 11 കൊല്ലം ഈ വീട് ഒരു ഓർമ്മ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ തിരക്കുള്ള എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ എല്ലാത്തിനെയും മറന്നുപോയി. Who are you? I am your house. എന്ത്? ഒരു ചെറിയ തമാശ. ഹലോ പോലീസ്. ഹലോ ഡേവിഡ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. I have come to meet you one last time. Meet me? എന്തിന്? I don't even know you. And what are you? ഡേവിഡ്, നിനക്കെന്നെ അറിയാം. Stop playing games with me. ഇവിടെ നിന്ന് പോ പ്ലീസ്. നീ എന്റെ അടുത്തേക്കാണ് വന്നേക്കുന്നത്. ഞാൻ എന്തിനു പോകണം? ഇത് എന്റെ വീടാ. ഹ ഹ ഹ. വീടായിരുന്നു, അങ്ങനെ പറ. വീടായിരുന്നു. This is still my house. No. What? You're getting on my nerves. I'm calling the police. ഡേവിഡ് ഈപ്പൻ മഞ്ഞളി, born 1990. Parents Epan Elsa. Sarah, your sister. Settled in the US for almost 15 years.
എന്നെങ്ങനെ അറിയാ? താൻ ആരാ? ഇതൊക്കെ എങ്ങനെ? എനിക്ക് നിന്നെ കുറിച്ച് എല്ലാം അറിയാം. നിന്റെ സ്കൂൾ ഡേയ്സ്, ഓൾ യുവർ ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, നിന്റെ അപ്പൻ, അമ്മ, നിന്റെ പെങ്ങൾ, എല്ലാം. 23 കൊല്ലം നമ്മൾ ഒരുമിച്ചായിരുന്നു. ദെൻ യു ലെഫ്റ്റ് മീ ആൻഡ് ലെഫ്റ്റ് യുവർ ഫാമിലി. നീ ഒരിക്കലും ഞങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞങ്ങളെക്കുറിച്ച് നീ മറന്നു. നിന്റെ അപ്പനും അമ്മയും എൻ്റെ ഒപ്പമായിരുന്നു ടിൽ ദ വെരി എൻഡ്. ബട്ട് യു നെവർ were. How do you know my parents? They both died 2 years ago in a car accident. Correct? ഞാൻ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിന്നെ പോലെയല്ല, അവരെ എന്നെ ഒരിക്കലും തന്നെയാക്കി പോയിട്ടില്ല. Please stop talking about my parents. എനിക്കിഷ്ടമല്ല. I beg you. എനിക്ക് നീ ആരാണെന്ന് അറിയില്ല, അറിയാൻ താല്പര്യമില്ല. സോ പ്ലീസ് എന്നെ വിട്ടു പോ. പോവാം, പക്ഷെ അതിനു മുമ്പ് ഒരു ലാസ്റ്റ് പെഗ് അടിക്കാം. ദ ലാസ്റ്റ് വൺ. നിന്റെ ഫസ്റ്റ് പെഗ് എൻ്റെ ഒപ്പമായിരുന്നു. ആരുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല. മൈ ഫസ്റ്റ് പെഗ് വാസ് ഇൻ ദിസ് ഹൗസ്. ഞാൻ തനിച്ചായിരുന്നു. ആൻഡ് ഐ എം ഷുവർ. ഞാനുണ്ടായിരുന്നു. നോ നോ നോ. ഡേവിഡ്, നീ എന്നെ മറന്നു. നിന്റെ പാരൻസിനെ മറന്നു. നീ പോണേക്കാൾ മുമ്പ് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുമെന്ന്. ബട്ട് യു നെവർ ഡിഡ്. ഞങ്ങൾ തന്നെയായിരുന്നു ഇവിടെ. I had my work and my priorities. എനിക്കെൻ്റെ ലൈഫ് സെറ്റാക്കണമായിരുന്നു. ബട്ട് അപ്പോഴും എൻ്റെ അപ്പനമ്മയ്ക്ക് ഞാൻ എല്ലാം കൊടുത്തു. ഇല്ല, നീ അവരെ കാണാൻ വന്നത് അവർ മരിച്ചപ്പോഴാണ്. അതുവരെ എല്ലാം മറന്നു. നിന്റെ ലൈഫ് മാത്രമായിരുന്നു നിന്റെ പ്രയോറിറ്റി. ആവശ്യമുള്ള പണം, സാമാനങ്ങൾ എല്ലാം കൊടുത്തു. ഇനി ഇതിന് വിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഐ ഹാഡ് എ ലൈഫ്. യു നോ വാട്ട്? നിന്റെ പാരൻസിന്റെ ലൈഫ് നീയായിരുന്നു. വി ഓൾ മിസ്ഡ് യു ഡിയർലി. നീ എന്തുകൊണ്ടാടാ വരാതിരുന്നത്? ഞങ്ങളെപ്പോഴും നിന്നെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. നിന്റെ പാരൻസ് കൂടി പോയപ്പോൾ നിങ്ങളെല്ലാവരും എനിക്കൊരു ഓർമ്മയായി മാറി. പ്ലീസ്, നീ ആരാണെന്ന് പറ. ഡേവിഡ്, നീയാണ് എനിക്ക് പേരിട്ടത്. I am destiny. എടാ, നീ എന്താ വീടിന് പേരിടാത്ത? ഒരു പേര് മനസ്സിലുണ്ട്.
എടാ നിന്റെ മനസ്സിൽ എന്തൊക്കെ പേരുകളുണ്ട്? മഞ്ഞളി ഹൗസ് എങ്ങനെയുണ്ട്? അയ്യേ അത് 5 പേരില്ലേ? എൻ്റെ മനസ്സിൽ ഡെസ്റ്റിനിയാണ്, ലൈക്ക് ഹൗസ് ഓഫ് ഡെസ്റ്റിനി. ഓ അത് അടിപൊളിയായിട്ടാ, ശരിക്കും നല്ല പേരായി. ഡെസ്റ്റിനി, ഡെസ്റ്റിനി, ഡെസ്റ്റിനി. David, please have a seat. Infinity. Life infinite അല്ല. ഇതാണ് നിന്റെ കാർഡ്. But unfortunately, your life is not infinite. You know, it's a funny game. But in life, you never know. You never know. എന്ത്? എല്ലാം നീ ജനിച്ച ടൈം, your first romantic kiss, your marriage, your first job, ജോലി, ഇതെല്ലാം എപ്പോ, എവിടെ, എങ്ങനെ, you never know. You never know. You don't even know me. അതിൻ്റെ ആവശ്യമില്ല. Then please get the hell out of my house.
ഒരു ഫാമിലി ഗ്രൂപ്പിൽ ഒരു പുതിയ മെസ്സേജ് വന്നിട്ടുണ്ട്. പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ഫാമിലി ഗ്രൂപ്പിൽ ഒരു ഹോട്ട് ന്യൂസ് വന്നിട്ടുണ്ടോ? ഒരു ആക്സിഡൻറ്റ്. ലെറ്റ്സ് സീ. കാർ ആക്സിഡൻറ്റ്. ബൂം. ഒരു യുവാവ് മരിച്ചു. യുവാവിൻ്റെ പേര് ഡേവിഡ് ഈപ്പൻ മഞ്ഞളി. വയസ്സ് 34. That's you. ഇതെല്ലാം ഒരു സ്വപ്നമാണ്. I'm not dead. I'm not dead. I'm not dead. It's all in my head. I'm not dead. I know. You never know. No. No. Yes, you are. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നേക്കണേ. സോ ഇറ്റ്സ് ടൈം. ഞാൻ എൻ്റെ സിസ്റ്ററിനെ കാണാൻ വന്നേക്ക. She'll be here any minute. അവൾ മാത്രമല്ല, കുറേ പേര് വരും. നാട്ടുകാരും വീട്ടുകാരും കണ്ണി കണ്ട തെണ്ടികളൊക്കെ വരും. കേക്കും കോപ്പായിട്ടല്ല, റീത്തായിട്ട് നിന്റെ ചത്ത മരവിച്ച ശരീരം കാണാൻ. Please, I'm still young. I'm healthy. എനിക്കൊരു ഫാമിലി ഉണ്ട്. How can I be dead? ഇന്നലെ ഒരു 4 വയസ്സുള്ള കുട്ടീനെ ഞാൻ കൊണ്ടുപോയ. നിനക്ക് എത്ര വയസ്സായി? 34. So you're lucky, right? പക്ഷേ എനിക്ക് I was becoming a good parent. എനിക്കൊരു നല്ല മോനാവാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കെന്നാലും ഒരു നല്ല അച്ഛനാവണം. പ്ലീസ്, I'm begging you for some time. I can understand your concern. പക്ഷേ ടൈം ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. And your time is up. I'm sorry. വേറൊന്നും വേണ്ട. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളുള്ള ഈ വീട്ടിലേക്ക് അവസാനമായിട്ട് പ്ലീസ് ഒന്ന് കൊണ്ടുപോകൂ. Spectralus fluctus, dies et nos sposi
Sanctus dies et abstrus